ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു നത്തോലി മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു കറി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് കൊച്ചുള്ളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വാളൻപുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് വരാനായിട്ടാണ് അടച്ച് വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതൊന്ന് തുറന്ന് നോക്കാം. നമ്മളെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് 2 പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. കറി ഒന്ന് തിളച്ച് വരുന്നത് വരെ അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ആവശ്യമുണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടെ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നത്തോലി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പതുക്കെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. നത്തോലി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഇനിയിപ്പോൾ നമുക്കിത് കുറച്ച് സമയം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ തവി വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പം ചിലപ്പം മീനൊക്കെ പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കിച്ചൺ ടവൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണത്. അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള നത്തോലിക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.